തേക്കടി പെരിയാർ കടുവ സങ്കേതത്തിലെ മംഗള എന്ന കടുവയെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും പല വാർത്തകളായിട്ടും ആ കടുവയെക്കുറിച്ചൊക്കെ നമുക്ക് മുന്നിൽ വന്നതാണ്. മംഗള എന്ന കടുവയെ സംരക്ഷിക്കുന്ന ആളാണ്, ആ പ്രൊട്ടക്ഷൻ വാച്ചറാണ് റോയി. അപ്പോൾ ഈ മംഗള എന്ന കടുവയെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, കാരണം കാഴ്ച പരിമിതിയുള്ള കടുവയാണ് മംഗള, അപ്പോൾ മികച്ച പരിചരണത്തിന് വേണ്ടിയിട്ട് തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാനുള്ളൊരു ഉത്തരവ് വന്നിരുന്നു. അപ്പോൾ ആ പുത്തൂരിലേക്ക് പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ റോയി ഒപ്പം ഇല്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പോൾ പരിഹാരമാവുകയാണ്. ഈ റോയിയും മംഗള എന്ന കടുവയ്ക്കൊപ്പം പുത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നിലവിൽ തേക്കടിയിൽ മംഗളയെ പരിപാലിക്കുന്ന റോയിയും പുത്തൂരിലേക്ക് മംഗളയ്ക്കൊപ്പം വിടാൻ അങ്ങനെ വനം വകുപ്പ് ഉത്തരവായിട്ടുണ്ട്. വിളിച്ച ഓടി വരും, ഇപ്പോൾ കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കും. പിരിഞ്ഞു പോകാൻ ഞാൻ റെഡിയാണ്, പക്ഷെ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഷങ്ങളായി മംഗളയെ പരിപാലിച്ചിരുന്നത് റോയിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കിടയിലും ഒരു കടുവയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ മാതൃഭൂമിയിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. റോയിയുടെ സാന്നിധ്യമില്ലാതെ മംഗള പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടില്ലെന്ന അധികൃതരുടെ തിരിച്ചറിവാണ് നിലവിലെ തീരുമാനത്തിനു പിന്നിൽ. മുമ്പ് റോയി അവധിയിൽ പോയപ്പോൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന മംഗളയുടെ അനുഭവവും അധികൃതരുടെ മുന്നിലുണ്ട്. പുതിയ സാഹചര്യങ്ങളുമായി ഇണക്കിയെടുക്കാൻ 2 മാസത്തേക്കാണ് റോയിയുടെ സേവനം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത്. പുത്തൂരിലെ സേവന കാലയളവിലെ വേതനം പെരിയാറിൽ നിന്ന് തന്നെ നൽകും. റോയിക്കുള്ള താമസ സൗകര്യം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഏർപ്പാടാക്കും. 2020 നവംബറിലായിരുന്നു മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് നിന്നും അമ്മ ഉപേക്ഷിച്ച കുട്ടിക്കടുവയെ വനം വകുപ്പ് അധികൃതർക്ക് ലഭിക്കുന്നത്. ഉപേക്ഷിച്ച അമ്മക്കടുവയുടെ വരവിനായി കാത്തിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനപാലകർ അമ്മയില്ലാത്ത കുറവുകൾ അറിയിക്കാതെ ഇതുവരെ മംഗളയെ വളർത്തി. ഇനി അവൾ പുത്തൂരിലേക്ക്. മാതൃഭൂമി ന്യൂസ്, കുമളി. ജയനസ് രാജുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജെയിൻ, പലപ്പോഴും നമ്മൾ ഈ മനുഷ്യ മൃഗം അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ പങ്കുവച്ചൊരു വാർത്തയാണ് ഈ മംഗള എന്ന കടുവയും അതിന്റെ ആരോഗ്യസ്ഥിതിയും. പക്ഷേ എന്നിട്ടും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന റോയി എന്ന വാച്ചറെ കുറിച്ച് ഇപ്പോൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ, ചികിത്സയ്ക്കായിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ ഏറെക്കുറെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് റോയിയും ഒപ്പം ഉണ്ടാകുമെങ്കിൽ നന്നാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ കുറേ നിയമ നടപടികൾ, നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവായി, അതെല്ലാം ഇല്ലാതായിക്കൊണ്ട് ഇപ്പോൾ റോയിയും പോകാൻ ഒരുങ്ങുകയാണല്ലേ. ഇതിലും വലിയ ആശ്വാസം വേറെ എന്ത് വേണം? ഏതാനും നാളുകൾക്ക് മുമ്പാണ് പെരിയാർ കടുവാ സങ്കേതത്തിലെ വനംവകുപ്പ് വാച്ചർ റോയി 6 ദിവസത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അവധിയെടുക്കുന്നത്. ഈ അവധിയെടുക്കുന്ന സമയത്ത് മംഗള എന്ന കടുവയെ ഭക്ഷണം നൽകുകയും മറ്റും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരാണ്. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും ഈ മംഗള ഭക്ഷണം എടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ റോയിയെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് മംഗള ഭക്ഷണം കഴിക്കാൻ തയ്യാറായത്. ഒരു കടുവയും ഒരു മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഒരു വന്യജീവിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. 2020 പെരിയാർ കടുവാ സങ്കേതത്തിലെ മംഗളാദേവി ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കടുവാ കുഞ്ഞിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത്. ഒരു ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കാത്തിരുന്നു. ഈ തള്ളക്കടവ് മടങ്ങി വന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് കരുതി. പക്ഷേ ആരും ഈ കടുവാ കുഞ്ഞിനെ തേടിയെത്തില്ല. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ സംരക്ഷിക്കുകയായിരുന്നു. മംഗളാദേവിക്ക് സമീപത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതിന് മംഗള എന്ന് പേര് നൽകിയത്. എന്തായാലും 6 വയസ്സായിരിക്കുന്നു ഈ കടുവയ്ക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ കടുവയെ മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ പരിസ്ഥിതിയുമായിട്ട് ഈ കടുവയ്ക്ക് ഇണങ്ങിച്ചേരാനുള്ള ഒരു സമയം വേണം. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് റോയിയെ താൽക്കാലികമായിട്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ചുറ്റുപാടുണ്ട്. ഒന്ന് മാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ച പരിമിതിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ റോയി ഒപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. കാരണം അത്രത്തോളം അടുപ്പം അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമ നടപടികളെല്ലാം തന്നെ നോക്കിക്കൊണ്ട് ഇപ്പോൾ റോയിയെ കൂടി മംഗളയ്ക്കൊപ്പം വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. നല്ല കാര്യം. ശരി ജെയിൻ.